വിശുദ്ധ എവൻഗേലിയൻ ഭാഗം ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 51 മുതൽ 62 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ കർത്താവായ യേശുമ്പുരാൻ യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സ് വയ്ക്കുന്ന സന്ദർഭത്തിൽ ശമര്യയിലൂടെ കടന്നു പോകേണ്ടി ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ശമര്യക്കാർ അതിനെ എതിർക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ഏലിയാ ചെയ്തതുപോലെ തീയിറങ്ങിയവരെ നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഹിതമാകുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവിനെതിരെ പറയുകയാണ്, നിങ്ങൾ ആത്മാക്കളെ നശിപ്പാനല്ല രക്ഷിപ്പാനായിട്ടാണ് ഞാൻ വന്നതെന്നുള്ള കാര്യം പറയുന്നു. ഇവിടെ അവരെ തടസ്സപ്പെടുത്തിക്കിട്ട് കർത്താവ് അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ പാഠം പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് 3 പേരുടെ കർത്താവ് വിളിച്ചും സ്വമേധ ചെല്ലുന്ന 3 യുവാക്കളുടെ കാര്യം പറയുന്നുണ്ട്. ഒന്നാമതായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിൻ്റെ തിന്മയുടെ ഒരു വശമാണ് സ്വന്തം ഇഷ്ടം അനുസരിച്ചല്ലാതെ പ്രവർത്തിക്കുന്നതിന് ആര് മുന്നോട്ട് വന്നാലും എതിർക്കുക എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തമായ ഇഷ്ടങ്ങൾ അനുവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെ ആരെങ്കിലും എതിർത്താൽ നമുക്കിഷ്ടമല്ല. ഇവിടെ ശിഷ്യന്മാരുടെ കാര്യവും അപ്രകാരമാണ്. അവരുടെ ഹിതപ്രകാരം ശമര്യയിലൂടെ കടന്നു പോകണമെന്നുള്ള ആഗ്രഹം നിഷേധിക്കപ്പെട്ടപ്പോൾ തീയിറങ്ങി നശിപ്പിക്കാനുള്ള വ്യഗ്രതയാണ്. ഇപ്രകാരം നമ്മുടേതായ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ അംഗീകരിച്ചില്ല എങ്കിൽ അതിനെ നഖശിഖാന്ത എതിർക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തെ കർത്താവ് ഇവിടെ വിലക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനെ ശമര്യക്കാർ കൈക്കൊണ്ടില്ല എങ്കിൽ കൂടിയും അവരെ നശിപ്പിക്കുക എന്നുള്ള ആ ഒരു നശീകരണ ബോധം അവരെ ഭരിച്ചത് കർത്താവ് വളരെയധികം തർക്കിതമായി തന്നെ നിരസിക്കുകയാണ്. കർത്താവ് നന്മയുടെ ഉടമയാണ്, നന്മയുടെ പര്യായമാണ്. ആ നന്മയുടെ ഉടമനെ തിരസ്കരിച്ച ശമര്യക്കാരെ ശിക്ഷിക്കുവാനായിട്ടല്ല, അവരെ കൂടുതൽ അവരുടെ തെറ്റുകളെക്കുറിച്ചുള്ള ബോധമുണ്ടാകാൻ തക്കവണ്ണമുള്ള പ്രവൃത്തിയാണ് എപ്പോഴും ആവശ്യമെന്നുള്ള ഒരു ഗൂഢമായ ഉത്തരം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്ന പോലെ പ്രവർത്തിക്കണമെന്നുള്ള ഓരോരുത്തരുടെയും ആഗ്രഹത്തെ കർത്താവ് ഇവിടെ വിരോധിക്കുന്നില്ല എങ്കിലും തടസ്സപ്പെടുത്തുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ അറിവുകളെല്ലാം പരിമിതമാണ്. പരിമിതനായ മനുഷ്യന് പരിമിതമായ അറിവ് കൊണ്ട് ഒരു വസ്തുവിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. ദൈവികമായ വെളിപാട്, ദൈവികമായ ദർശനമുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ പൂർണ്ണതയെ പ്രാപിക്കുവാൻ. അപൂർണമായിരിക്കുന്ന നമ്മുടെ അറിവുകളെ ഏറ്റവും ഉദാത്തമാണെന്ന് വിധിച്ചുകൊണ്ട് മറ്റുള്ളവരെല്ലാവരും അംഗീകരിക്കണം എന്നുള്ള സ്വാർത്ഥപരമായ പ്രതിപത്തി സമൂഹത്തിലും കുടുംബത്തിലും വളരെയധികം വൈഷമ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇന്നത്തെ കാലയളവ്. അങ്ങനെ ഇവിടെ കർത്താവ് പറയുന്നു, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മറ്റുള്ളവർ ആകണമെന്നുള്ള ചിന്താഗതി നമ്മൾ അല്പം സാവകാശത്തിൽ മാത്രമേ എടുക്കാവൂ എന്നാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. മറ്റുള്ളവരും ചിന്തിക്കുവാനും തീരുമാനം എടുക്കാനും കഴിവുള്ളവരൊക്കെയാണ്. അവരുടെ തീരുമാനങ്ങളെയും കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള വലിയൊരു വസ്തുത ഇവിടെ കർത്താവ് ഓർപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് സഹിഷ്ണുതയുടെ ഭാവത്തെക്കാൾ ഉപരിയായി സ്നേഹത്തിൻ്റെ ഭാവം, സഹിഷ്ണുത ഉണ്ടാകണമെങ്കിൽ നിസ്സംഗതയുടെ ഭാവമല്ല വേണ്ടത്, സ്നേഹത്തിൻ്റെ ഭാവമാണ് വേണ്ടതെന്നുള്ള കർത്താവ് വലിയൊരു പാഠം ഇവിടെ പഠിപ്പിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഒന്നാമത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിച്ചത് സമൂഹത്തിൻ്റെ തിന്മയുടെ വശങ്ങൾ കാണുമ്പോൾ അതിനെതിരെ പോരാട്ടം നല്ലതാണെങ്കിൽ കൂടിയും സാവകാശം അതിനെ തിരുത്തുവാൻ തക്കവണ്ണമുള്ള സഹിഷ്ണുതയും ക്ഷമയും നാം പ്രാപ്തമാക്കിക്കൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ളത് ഒന്നാമത് ഓർപ്പിക്കുകയാണ്. രണ്ടാമത് യേശുവിൻ്റെ ഇതിനോടുള്ള ഉത്തരമാണ്. നമ്മെ എതിർക്കുന്നവരും നിരാകരിക്കുന്നവരും ആണെങ്കിൽ പോലും അവർക്ക് ദോഷമുണ്ടാകുന്നതിന് ഒരു നാളും നാം ആഗ്രഹിക്കരുത്. നമ്മളെ എതിർക്കുന്നവരോടും ദോഷം ചെയ്യുന്നവരോടും അവർക്ക് നാശം ഉണ്ടാകുവാൻ ഒരിക്കലും നാം ആഗ്രഹിക്കരുത്. നമുക്ക് ലഭിക്കുന്ന ശക്തിയും കഴിവുകളും എല്ലാം മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം, നാശത്തിന് വേണ്ടി ഉപയോഗിക്കരുത്, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അതാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആകയാൽ അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് പറയുന്നത്. നമുക്കെതിരെ നിൽക്കുന്ന പലരും ഉണ്ടാവും, എതിരെ സംസാരിക്കുന്നവരുണ്ടാവും. അവരെ നശിപ്പിക്കുവാനായിട്ടല്ല,
അവരെ സ്നേഹത്തിൻ്റെ മാസ്മരിക ശക്തി കൊണ്ട് ദൈവികമായ രീതിയിൽ അവരെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് നമുക്കുണ്ടാകേണ്ടത്. ശത്രുക്കളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൽപ്പിക്കുന്ന കർത്താവിൻ്റെ ആ ആപ്തവാക്യം അന്വർത്ഥമാക്കുവാൻ തക്കോണം നമ്മുടെ ജീവിതം വിനിയോഗിക്കണം എന്നുള്ളത് രണ്ടാമത് ഓർപ്പിക്കട്ടെ. മൂന്നാമത് ഓർപ്പിക്കാനുള്ളത്, 3 യുവാക്കൾ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒന്നാമത്തെ ആൾ പറയുന്നു, ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന്. രണ്ടാമത്തെ ആൾ വന്ന് പറയുന്നു, രണ്ടാമത്തെ ആളിനോട് കർത്താവ് പറയുന്നു, എന്നെ അനുഗമിക്കുക എന്ന്. മൂന്നാമത്തെ ആളിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിൽ പോയി എൻ്റെ മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചിട്ട് വരണം എന്ന്. ഈ 3 യുവാക്കളുടെ 3 ഉത്തരങ്ങളും കർത്താവ് നൽകുന്ന 3 പാഠങ്ങൾ ഇതിൽ ഉണ്ട്. ഒന്ന്, കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ള ആഗ്രഹം കേവലം വികാരത്തിന് അധീനമാകരുത്, അതുമൂലമുള്ള പരിത്യാഗം പൂർണ്ണമായിരിക്കണം എന്നുള്ളതാണ്. ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ പരിത്യാഗമെന്നുള്ളത് പൂർണ്ണമായിരിക്കണം, പകുതിയായിട്ടാകെ പോകരുത് എന്നാണ് ഒന്നാമത്തെ സംഭവത്തിലൂടെ കർത്താവ് ഓർപ്പിക്കുന്നത്. രണ്ടാമത്തെ സംഭവത്തിലൂടെ കർത്താവ് ഓർപ്പിക്കുന്നത്, ലോകവും കുടുംബവും ദൈവീയമായി പ്രവർത്തി ചെയ്യുന്നതിന് ഒരിക്കലും പ്രതിബന്ധമായി തീരരുത്. കുടുംബത്തിലുള്ളവരാണെങ്കിലും ലോകത്തിൻ്റെ വ്യവസ്ഥകളാണെങ്കിലും നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും പ്രതിബന്ധമായി തീരരുത്. നന്മ ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, നന്മ ചെയ്യേണ്ട പ്രതലമാണ് മുന്നിൽ കാണുന്നതെങ്കിൽ തീർച്ചയായും അതിനെതിരെ നിൽക്കുന്ന ഏതിനെയും എതിർത്തുകൊണ്ട് തന്നെ നന്മയ്ക്ക് വേണ്ടി പോരാടുവാനും നന്മ ചെയ്യുവാനും തക്കവണ്ണം സാധിക്കുന്ന ഒരാത്മബോധത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളത് രണ്ടാമത് ഓർപ്പിക്കുന്നു. മൂന്നാമത്, ക്രിസ്തുശിഷ്യന്മാർ പിന്നിലേക്ക് നോക്കരുത് എന്നുള്ളതാണ്. പിന്നിലുള്ളത് മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടാൻ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. നന്മയുടെ കാര്യങ്ങൾ നിറവേറുവാൻ തക്കവണ്ണമുള്ള ദർശനത്തോടുകൂടി മുന്നോട്ട് ആയുമ്പോൾ പിന്നിൽ നിന്ന് പലരും നിരുത്സാഹപ്പെടുത്തും, നമ്മളെ പോകണ്ട എന്ന് പറയും. പക്ഷേ പരമനന്മയാകുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നന്മ ചെയ്യുവാനും നന്മ അന്വർത്ഥമാക്കുവാൻ തക്കവണ്ണമുള്ള പോരാട്ടം ഈ ലോകത്തിൽ നിലനിർത്തിയെങ്കിൽ മാത്രമേ ക്രൈസ്തവ സാക്ഷ്യം അർത്ഥപൂർണ്ണമായി തീരുകയുള്ളൂ. നാം ക്രിസ്ത്യാനികളെന്ന് പറയുന്നുണ്ടെങ്കിലും ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ അർത്ഥപൂർണ്ണമായ ആവിഷ്കാരമായി നമ്മുടെ ജീവിതം തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് ദൈവം വരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു.